ആ രാവിലെ തന്നെ തുടങ്ങി ഫോൺ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മക്ക് ഈ പത്രം എടുത്ത് വായിച്ചൂടെ അമ്മ? തുടങ്ങി കാലത്തെ വന്നോളും ഗുണഗുണഗുണാന്ന് പറഞ്ഞ് ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കൂലല്ലേ. നിനക്ക് എന്തിന്റെ സുഖടാ കൊച്ചേ? പിന്നെ ഈ രാവിലെയൊക്കെ ഈ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു പത്രമൊക്കെ എടുത്ത് വായിച്ചോണ്ടിരിക്കുന്ന കാണാൻ എന്തൊരു രസമാണ്. ഇവിടെയാണെങ്കിൽ ഒരാൾ എപ്പോ നോക്കിയാലും ഫോണിൽ 24 മണിക്കൂർ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അയ്യോ അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് എന്തിന്റെ കുഴപ്പമാ. ഞാൻ ഈ ഫോൺ നോക്കി ഇവിടെ ഉണ്ടാവില്ലേ ഇരിക്കുന്നത്. നീ ആരെ ഇത്ര വലിയ ഉപദേശിക്കാൻ? ഇത് ആരോ പറയുമല്ലോ, എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാനാണോ ഇവിടാണോ മരുവോളെന്ന്. എന്താന്നറിയാമോ, എനിക്ക് ഈ രാവിലെ എണീക്കുമ്പോഴേ അമ്മയുടെ അടുത്ത് വഴക്കിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ആണോ? അയ്യോ കഷ്ടം. കുറച്ചുറങ്ങിയാലും മതി. ഇത് തന്നെ അങ്ങ് ഒഴിവാക്ക് കേട്ടാ. എന്തിയേ ലക്ഷ്മി കൊച്ചമ്മ? എണീറ്റിട്ടൊന്നുമില്ല. ഓ സമാധാനം. ഇല്ലെങ്കിൽ ഇപ്പൊ അതും കൂടെ കേറി വന്ന് വരണ്ടേനെ. ഈശ്വരോ. ആ അപ്പോഴേ മരുമോളെ, എന്തോ ഞാൻ ഇന്ന് ആഫീസിൽ പോവുക കേട്ടോ. ആവശ്യമില്ലാതെ ഗുണഗുണാന്നും പറഞ്ഞ് ഇനി ഓരോന്ന് പറഞ്ഞ് എന്നെ മടി പിടിപ്പിച്ച് നീ എന്നെ ഇവിടെ ഇരുത്തിക്കളയരുത് കേട്ടല്ലോ. അമ്മ ഓഫീസിൽ പോകാൻ പോണാ? അത് ശരി. ആകെ ഒരു ദിവസമാണ് ഇപ്പൊ പോകുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം. നീ അതും കൂടെ ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ? പോയേ പറ്റൂ. ജോലി ഉണ്ടോ അവിടെ? എനിക്ക് ഒരുപാട് ജോലി. അപ്പൊ ഞാനും കൂടെ വരട്ടെ അമ്മമാരെ കൂടെ? അയ്യാ, നീ എന്തിനാ കൊച്ചെ എന്റെ സാരി തൂങ്ങി ഇങ്ങനെ എപ്പോഴും പുറകെ നടക്കുന്നേ? അയ്യടാ, ഞാനും കൂടെ വരുന്നത്. അതേ, അതൊന്നും വേണ്ട. ഞാനൊരു കാര്യം പറയാം. ഇന്ന് 1-ാം തീയതിയാണല്ലോ. അയ്യോ, ഇന്ന് 1-ാം തീയതിയായിരുന്നാ? അതും പോയി. അയ്യോ, അറിഞ്ഞില്ല. അറിഞ്ഞില്ലേ? ആ ഇതാണ് പറയുന്നത്. ഇന്ന് 1-ാം തീയതി ആണ്. മനസ്സിലായോ? അറിഞ്ഞൂടാ. എങ്ങനെ അറിയാൻ? എവിടെങ്കിലും ഒക്കെ ഒന്ന് നോക്കിക്കൂടെ? ഇത് എത്ര തീയതി, എത്ര 1-ാം തീയതി എപ്പോഴാന്നൊക്കെ നിനക്ക് നോക്കിക്കൂടെ? അല്ല, അമ്മയ്ക്ക് എങ്ങനെ അറിയുന്നു 1-ാം തീയതിയാണെന്ന്? അത് പോയി. ഓ എന്തവാ എന്റെ പെണ്ണെ, നീ ഏത് കാലത്തായി ജീവിക്കുന്നത്? അല്ല, ഈ വീട്ടിൽ കലണ്ടർ ഇല്ലല്ലോ. അമ്മയാണെ ഈ പത്രം എടുത്ത് നോക്കിയിട്ടുമില്ല. ഇല്ല. അപ്പൊ പിന്നെ അമ്മയ്ക്ക് അറിയാവൂല. അതെങ്ങനെ? എന്നാ എന്റെ പൊന്നുമോള് കേട്ടോ, ഇതിനകത്തെ ഈ ഫോണിനകത്ത് ഇങ്ങനെ കളിയാക്കി അങ്ങ് തള്ളിയല്ലോ കുറച്ചു നേരം മുമ്പ്. ഇതിനകത്ത് കലണ്ടറുണ്ട്, പഞ്ചാംഗമുണ്ട്, TV ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, സകലത് ഇപ്പൊ മനുഷ്യൻ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടായത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇത് നോക്കി എനിക്ക് മനസ്സിലായി 1-ാം തീയതി ആണെന്ന്. ഓ, ഇനി അതിനകത്ത് മിക്സിയും ഗ്രൈൻഡറും കൂടെ വരാവുള്ളൂ, ബാക്കി എല്ലാം ആയി. ആ വരട്ടെ ദൈവമേ. അത് വന്ന് 2 മരുമക്കളെ തരുന്നത് കൂടെ വന്നെങ്കിൽ രക്ഷപ്പെട്ടു ഞാൻ. ഇനിയൊരു തേങ്ങ എടുത്ത് ഫോണിന് മുന്നിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ മതി. അത് പൊതിച്ച് ചമ്മന്തിയാക്കി തരും. പക്ഷെ എന്തായിരിക്കും നീ പറഞ്ഞ തമാശ എനിക്ക് അങ്ങോട്ട് ഏറ്റില്ല കേട്ടോ. തേങ്ങ പൊതിക്കുന്നത് അല്ല, ഫോണിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി എല്ലാം വരുമല്ലോ. തമാശ ഫോണിന്റെ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ മതി. തേങ്ങ തിരുവി തരും. അതെ, കുറെ പേരെ തിരുവാനുണ്ട്. അതൊന്ന് വന്നോട്ടെ. തേങ്ങ അല്ലെങ്കിൽ ആൾക്കാരെ കുറച്ച് പേരെ എനിക്കൊന്ന് തിരുമി എടുക്കണം. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ അമ്മ? ആരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ശരി, ആണെങ്കിൽ ആണ്. എന്റെ ദൈവമേ, എനിക്ക് ആഫീസിൽ പോകാൻ സമയമായി. നീ ഒരു കാര്യം ചെയ്യ കൊച്ചേ, ഇന്ന് 1-ാം തീയതി ആണല്ലോ. ഏതായാലും നല്ല ഐശ്വര്യമായിട്ട് പ്രതീക്ഷയെ വിളിച്ച് നീ എൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതിട്ടോ ആറ്റുകാലും കയറിയതിനെ വരുമ്പോ. എനിക്കാണെങ്കിലേ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള ഒരു ആഗ്രഹമാണ് അമ്മ, അണ്ണനെയും കൂട്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണമെന്ന്. എന്ത് പോവാത്തത്? അല്ലാതെ കാശി രാമേശ്വരം പോലെ അങ്ങൊന്നും അല്ലല്ലോ കിടക്കുന്നത്. ഇവിടെ അടുത്തല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രം. അയ്യോ കഷ്ടം. എന്താ ചെയ്യാമോ തന്നെ? താങ്ക്സ് അമ്മ. താങ്ക്സ്. ഇങ്ങനെ ഞെക്കി കൊല്ലാതെ എന്തിന്? അമ്മ എന്റെ ആഗ്രഹം ഓർപ്പിച്ചില്ലേ, അതിന്. അയ്യോ, ഇങ്ങനെ ഓരോ ആഗ്രഹം ഓർപ്പിക്കുമ്പോ എന്റെ മക്കളിങ്ങനെ ഞെക്കല്ലേ, തട്ടിപ്പോവും മനുഷ്യൻ. സ്നേഹം കൊണ്ടല്ലേ അമ്മ. ഞാൻ പോട്ടെ അമ്മ, ഞാൻ അണ്ണനെ കൂടെ അവനെ വിളിച്ചോണ്ട് പോയി തൊഴുതിട്ടോ കേട്ടാ. അയ്യടാ പാവം. ഏതായാലും ഞാൻ പറഞ്ഞത് അവളനുസരിച്ചല്ലോ. അവള് പറഞ്ഞത് തൽക്കാലം ഞാനും അങ്ങ് അനുസരിക്കാം. അവിടെ ഇരിക്കട്ടെ. ഇങ്ങനൊരു മരുമോള്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.